Hey guys, welcome back to NKL. So guys, അപ്പോൾ നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രിവ്യൂ കണ്ട ഒരു കവർ ഇമേജ് എങ്ങനെ വളരെ സിമ്പിളായിട്ട് Alightmotionൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. സോ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ് ഞാനിപ്പോൾ ഇവിടെ Alightmotion ഓപ്പൺ ചെയ്തിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു ഫുൾ സ്ക്രീൻ റേഷ്യോയിൽ ഒരു പ്രൊജക്റ്റ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാണ്. ദെൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയയിലേക്ക് വന്ന ശേഷം ഒരു ഫോട്ടോ ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ 1:1 റേഷ്യോയിൽ ഒരു ഫോട്ടോ ആണ് എടുത്തിട്ടുള്ളത്. സോ ഇതാണ് നമ്മുടെ ആ ഒരു ബേസ് ഫോട്ടോ എന്ന് പറയുന്നത്. ദെൻ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയയിലേക്ക് വരിക, ഈ ഒരു ഓവർലേ ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഈ ഒരു ഓവർലേ വന്ന് ഞാൻ ഇതിൻ്റെ ലിങ്ക് വന്ന് എൻ്റെ ടെലഗ്രാമിൽ കൊടുക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ദെൻ നമ്മൾ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ വരിക, കോൺട്രാസ്റ്റിൽ വന്ന ശേഷം ഓവർലേ ആക്കി കൊടുക്കുക. ദെൻ ഈ ഒരു ഓവർലേയുടെ വാല്യൂ വന്ന് ഒരു 75% അല്ലെങ്കിൽ ഒരു 70% ആ ഒരു റേഞ്ചിലേക്ക് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കത് ഈ ഒരു എഫക്റ്റ് നമ്മൾ ആ ഒരു ഇമേജിൽ കിട്ടും. ദെൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയയിലേക്ക് വന്ന ശേഷം നിങ്ങൾ അടുത്തൊരു ഫോട്ടോ, അതായത് ആ ഒരു സെയിം ഫോട്ടോനെ ഒന്നുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ ഇതേപോലെ ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുക. ദെൻ ആ ഒരു ഇമേജ് ഇതേപോലെ താഴെയായിട്ട് സെറ്റ് ചെയ്യുക. ദെൻ ആ ഒരു താഴെയാക്കി ആ ഒരു ഫിൽ സ്ക്രീൻ ചെയ്ത ആ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. എഫക്സിൽ ആഡ് എഫക്സിൽ വന്ന ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഗോഷ്യൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കുക. ഗോഷ്യൻ ബ്ലറിൻ്റെ വാല്യൂ എന്ത് ചെയ്യുക, കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു രീതിക്ക് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ എഗെയിൻ ആഡ് എഫക്സിലേക്ക് വരിക. ആഡ് എഫക്സിൽ വരിക, കളർ ആൻഡ് ലൈറ്റിൽ വന്ന ശേഷം നമ്മൾ ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ്, അതുപോലെ സാച്ചുറേഷൻ, അതുപോലത്തെ കുറച്ച് എഫക്ട്സ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. സോ നമുക്ക് ഓരോ എഫക്റ്റായിട്ട് ആഡ് ചെയ്യാം. നമ്മൾ ആദ്യം സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് ആണ് ആഡ് ചെയ്യുന്നത്. സോ അതിൻ്റെ വാല്യൂ ഒന്ന് -100 സെറ്റ് ചെയ്യുക. ദെൻ എഗെയിൻ നമ്മൾ ആഡ് എഫക്ട്സിലേക്ക് വരിക, നമ്മൾ കളർ ആൻഡ് ലൈറ്റിൽ വന്ന ശേഷം ഇനി നമ്മൾ ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് ആണ് ആഡ് ചെയ്യേണ്ടത്. സോ ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് ആഡ് ചെയ്യുക. ഇതിൽ നമ്മൾ കോൺട്രാസ്റ്റിൻ്റെ വാല്യൂ മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ, ഒരു 20-25 ആ ഒരു റേഞ്ചിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്ര മാത്രമേ നമ്മളിപ്പോൾ ഈ ഒരു ഇമേജിൽ ചെയ്യേണ്ടതുള്ളൂ. ദെൻ നമ്മൾ സെൻട്രലായി കൊടുത്ത ഇമേജിൽ വന്നിട്ട് നമ്മൾ സ്ട്രോക്കോ ഷാഡോസോ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഏതൊരു രീതിക്കാണ് വേണ്ടത് ആ ഒരു റേഞ്ചിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് 17 ആണ് കൊടുത്തിട്ടുള്ളത്, വേറെ ചേഞ്ചസ് ഒന്നും കൊടുക്കുന്നില്ല. ഇതേപോലെ ജസ്റ്റ് ഒരു ഷാഡോ എനേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ ഇനി എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഈ ഒരു ഫുൾ ലെയർ നമുക്ക് ഗ്രേഡിയൻറ്റ് അതുപോലെ കുറച്ച് കാര്യങ്ങൾ കൂടെ ആഡ് ചെയ്യണം. സോ നമ്മൾ ഈ ഒരു ലെയർ സെൻട്രലായിട്ട് കൊടുത്ത ഇമേജ് സെലക്ട് ചെയ്യുക, എഫക്സിൽ ആഡ് എഫക്സിൽ വരിക, കളർ ആൻഡ് ലൈറ്റിൽ വന്ന ശേഷം നമ്മൾ ഗ്രീഡിയൻ്റ് ഓവർലേ എന്ന് പറഞ്ഞാൽ ഒരു എഫക്റ്റ് ഇതേപോലെ ആഡ് ചെയ്യുക. നോർമലി നമ്മൾ ചെയ്യുമ്പോൾ മുകളിൽ വൈറ്റ്, അതുപോലെ താഴെ ഇതേപോലെ ഒന്നിക്കലും ഒരു ബ്ലാക്ക് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്രേ കളർ കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഒരു ബ്ലാക്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ താഴേക്ക് വന്നാൽ നമുക്ക് ഇവിടെ നോർമൽ എന്നുണ്ടാവും, അതായത് ബ്ലെൻഡിങ് മോഡ്, അത് നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ ബാക്ക് വരിക, എഗെയിൻ നമ്മൾ ഒന്നും കൂടെ കളർ ആൻഡ് ലൈറ്റിലേക്ക് വരിക. ഇവിടെ നമുക്ക് 4 കളർ ഗ്രേഡിയൻറ്റ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് വന്ന് ആ ഒരു എഫക്റ്റ് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ ഒരു കളറായിരിക്കും കിട്ടുക. ഇവിടെ നമ്മൾ വന്നാൽ മുകളിലത്തെ 2 കളറും വന്ന് വൈറ്റ് ആക്കി കൊടുക്കുക. ഓക്കെ, താഴത്തെ 2 കളറും വന്ന് എന്ത് ചെയ്യുക, ബ്ലാക്ക് ആക്കി കൊടുക്കുക. നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ്, പക്ഷേ 2 എഫക്റ്റാണ്. ഓക്കെ, ദെൻ നമ്മൾ ഇതിലും താഴേക്ക് വന്ന ശേഷം ബ്ലെൻഡിങ് മോഡ് വന്ന് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ആക്കി കൊടുക്കുക. അതുപോലെ ഇവിടെ ബ്ലെൻഡ് മോഡ് ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോക്ക് അനുസരിച്ച് ആ ഒരു ബ്ലെൻഡ് മോഡ് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഈ ഒരു 180 ഒക്കെ സെറ്റ് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോസ് അനുസരിച്ച് എന്ത് ചെയ്യുക, വാരി ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഇനി നിങ്ങളുടെ ആ ഒരു ഇമേജ് അത്ര എക്സ്പോഷർ ഇല്ലാത്തൊരു ഇമേജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് എക്സ്പോഷർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ ഒരു ക്ലിപ്പിൽ നമ്മൾ ആഡ് എഫക്ട്സിൽ വന്നിട്ട് കളർ ആൻഡ് ലൈറ്റിൽ വന്ന ശേഷം എക്സ്പോഷർ ആൻഡ് ക്യാമ ആഡ് ചെയ്തിട്ട് എക്സ്പോഷർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ അടുത്ത അല്ലു അർജുൻ്റെ ഫോട്ടോയിൽ ഓൾറെഡി നല്ല എക്സ്പോഷർ ഉണ്ട്. സോ ഞാൻ 0.08 മാത്രമാണ് കൊടുക്കുന്നത്. നിങ്ങളുടെ ഇമേജസ് നോക്കിയിട്ട് എന്ത് ചെയ്യുക, എക്സ്പോഷറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. ദെൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയയിലേക്ക് വന്ന ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു ഓവർലേ ആഡ് ചെയ്യണം. സോ ഇതാണ് ആ ഒരു ഓവർലേ എന്ന് പറയുന്നത്. ഈ ഒരു ഓവർലേ നമ്മൾ ഇവിടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ നമ്മൾ ഇതേപോലെയായിട്ട് താഴെയായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മളെ ബേസ് ലെയറിൻ്റെ താഴെയായിട്ട് നമ്മൾ ആ ഒരു ലെയർ സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ അത് വന്ന് ഇതേപോലെ ലൈറ്റ് ആൻഡ് സ്ക്രീൻ ആക്കി കൊടുക്കുക. അതുപോലെ അതിൻ്റെ വാല്യൂം വന്ന് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക, ഒരു 70-75 ആ ഒരു റേഞ്ചിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി നിങ്ങൾക്ക് ഫോളോ ചെയ്യുക. അതുപോലെ കുറച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിലൊക്കെ ഫോളോ ചെയ്യുക. ഓക്കെ, അതിപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ചോയ്സാണ് എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളത്. സോ ഈ ഒരു ട്യൂട്ടോറിയൽ കണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാല്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്യണം. നമ്മൾ ഇവിടെ ഞാനിപ്പോൾ അല്ലു അർജുൻ എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. സോ ഇതേപോലെ നമ്മൾ അല്ലു എന്ന് ആദ്യം ടൈപ്പ് ചെയ്യാണ്. ദെൻ അത് സെൻറ്റർ അലൈൻ ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന ഫോണ്ട് എന്ന് പറഞ്ഞാൽ ലെമൺ മിൽക്ക് ബോൾഡ് ഇറ്റാലിക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, ലെമൺ മിൽക്ക് ബോൾഡ് ഇറ്റാലിക്ക്. സോ നമ്മൾ കറക്റ്റായിട്ട് സ്പെല്ലിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു റേഞ്ചിൽ ഇതേപോലെ കറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. സോ ഞാനിപ്പോൾ വന്നിട്ട് ഇതേപോലെ കറക്റ്റ് ഈ ഒരു സ്ഥലത്തായിട്ട് വന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബ്ലാക്ക് കളർ വരുന്ന ആ ഒരു പ്ലേസിൽ ഇതേപോലെ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക.
ദെൻ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക, അർജുൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇത് ഞാൻ ഒരു ഹാൻഡ് റൈറ്റിംഗ് ഫോണ്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കളർ വന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക. ഞാനിപ്പോൾ വന്നൊരു യെല്ലോ കളറാണ് കൊടുക്കുന്നത്. ഓക്കെ, അതും വന്ന് നമ്മൾ എന്ത് ചെയ്യുക, സെൻറ്റർ അലൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ വന്നിട്ട് താഴെയായിട്ട് ഇവിടെ അത്യാവശ്യം കാണുന്ന രീതിക്ക് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. സോ ഇനി നമ്മൾ ഈ ഒരു 2 ലെയറിനും, അതായത് ഈ 2 ടെക്സ്റ്റ് ലെയറിനും എന്ത് ചെയ്യുക, ഷാഡോ എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടെ ഒരു ഹൈലൈറ്റഡ് ആയിട്ട് കിട്ടുള്ളൂ. സോ ഇതേപോലെ ഷാഡോ എനേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് രണ്ടിലും കോമൺ ആയിട്ട് കുറച്ച് എഫക്ട്സ് ആഡ് ചെയ്യാണ്ട്. സോ നമ്മൾ ഫസ്റ്റത്തെ എഫക്ട്സിലേക്ക് വരിക, ആഡ് എഫക്ട്സിൽ വരിക. ആഡ് എഫക്ട്സിൽ വന്ന ശേഷം നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്യുന്ന എഫക്റ്റ് പറഞ്ഞാൽ എന്ത് വെച്ചാൽ എക്സ്പോഷർ ആൻഡ് ഗാമയാണ്. സോ എക്സ്പോഷർ ആൻഡ് ഗാമ ആഡ് ചെയ്ത് കൊടുക്കുക. എക്സ്പോഷറിൻ്റെ വാല്യൂ ഒന്നൊരു 0.25 കറക്റ്റായി സെറ്റ് ചെയ്യുക. ദെൻ എഗെയിൻ ആഡ് എഫക്ട്സിലേക്ക് വരിക. നമ്മൾ അടുത്തതായിട്ട് ഡ്രോയിങ് ആൻഡ് എഡ്ജസിൽ വന്നിട്ട് എഡ്ജ് ഗ്ലോ എന്ന് പറഞ്ഞ ഒരു എഫക്റ്റാണ് കൊടുക്കുന്നത്. സോ ഒരു ചെറിയൊരു ഗ്ലോ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത്. അല്ല നിങ്ങൾക്ക് ഗോഷ്യൻ ബ്ലർ വെച്ചിട്ടും എന്ത് ചെയ്യുക, ഗ്ലോ എഫക്റ്റ് കൊടുക്കുക. ഓൾറെഡി ഞാൻ അതിൻ്റെ ട്യൂട്ടോറിയലും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇട്ടതാണ്. ഓക്കെ, ദെൻ നമ്മൾ ഇതേപോലെ സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുത്ത ശേഷം നമ്മൾ സ്മൂത്തിങ് വന്ന് ഇതേപോലെ ഫുള്ളാക്കി കൊടുക്കുക. അതുപോലെ ത്രഷോൾഡും വന്ന് ഇതേപോലെ എന്ത് ചെയ്യുക, ഫുള്ളാക്കി കൊടുക്കുക. ദെൻ ഇവിടെ ബ്ലറിൻ്റെ വാല്യൂ ഉണ്ടാവും. സോ ബ്ലറിൻ്റെ വാല്യൂ നിങ്ങൾ നോക്കിയിട്ട് ഇതേപോലെ കറക്റ്റായി അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഒരു 0.5 സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു 2 എഫക്റ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ദെൻ ഈ ഒരു 2 എഫക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. നമ്മുടെ രണ്ടാമത്തെ ലെയറിലും വന്നിട്ട് കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് ഈ ഒരു രീതിക്കുള്ള ഒരു കവർ പിക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ അല്ലു അർജുൻ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ഫോണ്ടിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു ട്യൂട്ടോറിയൽ നല്ല രീതിക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. അതുപോലെ അതിൻ്റെ ഫോണ്ട്, ഈ അർജുൻ എന്നുള്ള ഫോണ്ട് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ ഫോൺസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. സോ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അപ്ലോഡ് എല്ലാ വീഡിയോസുള്ള പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.